കവിത അക്ഷരപർണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ദൂസരിയുടെ പാർട്ട് 2 കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. ലോകമാന്യ തിലക് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് പഠിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമുക്ക് ആദ്യം പാരഗ്രാഫ് വായിക്കാം, അതിനുശേഷം ഓരോ ലൈനിന്റെ അർത്ഥം നോക്കാം. लोकमान्य तिलक बड़े विद्वान थे. उनका जीवन सादगी और ऊंचे विचारों का आदर्श था. अपने सिद्धांतों के लिए बड़े से बड़े त्याग करने को वे तैयार थे. नरम दल के नेताओं के साथ उनका जीवन पर मतभेद रहा, लेकिन बड़ी उदारता के साथ उनके गुणों को सराहते थे और उनसे समझौते की कोशिश करते रहे. നമുക്ക് ഓരോ ലൈനായിട്ട് നോക്കാം. ലോകമാന്യ തിലക് ബഡേ വിദ്വാൻ ഥേ. ലോകമാന്യ തിലകൻ വലിയ ഒരു പണ്ഡിതനായിരുന്നു. ഉൻകാ ജീവൻ സാദഗി അവർ ഊഞ്ചേ വിചാരോ കാ ആദർശ ഥാ. അദ്ദേഹത്തിന്റെ ജീവിതം ലളിതവും ഉയർന്ന ചിന്താഗതിയും അതോടൊപ്പം തന്നെ ആദർശങ്ങളോട് കൂടിയതും ആയിരുന്നു. अपने सिद्धांतों के लिए बड़े से बड़े त्याग करने को वे तैयार थे. അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടി വലിയ വലിയ ത്യാഗം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. नरम दल के नेताओं के साथ उनका जीवन पर मतभेद रहा. മൃദു സമീപനം കൈക്കൊള്ളുന്നവരോട് അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ എതിർപ്പായിട്ടുള്ള ഒരു ഫീലിംഗ്സ് ആണ് ഉണ്ടായിരുന്നത്. ലേക്കിൻ ബഡി ഉദാരത കെ സാത്ത് ഉൻകെ ഗുണോं को सराहते और उनसे समझौते की कोशिश करते रहे. എന്നാൽ വളരെ ഉദാരതയോട് കൂടി അവരുടെ ഗുണങ്ങളെ അംഗീകരിക്കുകയും അവരുമായി ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് പഠിക്കാം. लोकमान्य वास्तव में सुधारवादी थे. उस समय बाल विवाह का रिवाज जारी था, पर उन्होंने अपनी बेटी का विवाह 15 वर्ष की अवस्था होने पर ही कराया था. छुआछूत के बारे में भी उनके विचार बड़े उदार थे. अस्पृश्यता के बारे में उन्होंने कहा, अस्पृश्यता एक रूढ़ि है, हमें इसको उखाड़कर फेंकना चाहिए. നമുക്ക് ഓരോ ലൈനായിട്ട് അർത്ഥം നോക്കാം. ലോകമാന്യ വാസ്തവ മേ സുധാർവാദി ഥേ. ലോകമാന്യ തിലക് വാസ്തവത്തിൽ ഒരു പരിഷ്കർത്താവായിരുന്നു. എന്ന് പറഞ്ഞാൽ മാറ്റം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഉസ് സമയ ബാൽ വിവാഹ കാ റിവാസ് ജാരി ഥ. ആ സമയത്ത് ബാലവിവാഹം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതായത് ശൈശവ വിവാഹം അന്ന് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. पर उन्होंने अपनी बेटी का विवाह 15 वर्ष की अवस्था होने पर ही कराया था. എന്നാൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം 15 വയസ്സായപ്പോഴാണ് അദ്ദേഹം നടത്തിയത്. छुआछूत के बारे में भी उनके विचार बड़े उदार थे. തൊട്ടുകൂടായ്മയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചിന്താഗതി വളരെ ഉദാരമായിരുന്നു. അസ്പൃശ്യത കെ ബാരെ മേ ഉൻഹോനെ കഹ. തൊട്ടുകൂടായ്മയെ പറ്റി അദ്ദേഹം പറഞ്ഞത്, അസ്പൃശ്യത ഏക് രൂഢി ഹെ. തൊട്ടുകൂടായ്മ ഒരു നശിച്ച ഒന്നാണ്. ഹമേ ഇസ്കോ ഉഖാഡ്കർ ഫേങ്കിന ചാഹിയെ. നമുക്ക് അതിനെ വേരോടെ പിഴുതെറിയണം, അത് ഇല്ലായ്മ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് കടക്കാം. गांधी के शब्दों में लोकमान्य जनता के आराध्य देव थे. उनके वचन हजारों आदमियों के लिए वेदवाक्य थे. उन्होंने स्वराज्य के लिए जितना काम किया उतना और किसी ने नहीं किया. उन्होंने अवश्य स्वराज्य प्राप्ति की अवधि कई वर्ष कम कर दी. ഓരോ ലൈനായിട്ട് നമുക്ക് നോക്കാം. गांधी जी के शब्दों में लोकमान्य जनता के आराध्य देव थे.
ഗാന്ധിജിയുടെ അഭിപ്രായത്തില്, ഗാന്ധിജിയുടെ വാക്കുകൾ അനുസരിച്ചിട്ട് ലോകമാന്യ തിലകൻ ജനങ്ങളുടെ ആരാധ്യ ദേവനായിരുന്നു. ഉൻകെ വചൻ ഹസാരോ ആത്മയോ കെ ലിയെ വേദവാക്യതേ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആയിരക്കണക്കിന് മനുഷ്യർക്ക് വേദവാക്യം പോലെ ആയിരുന്നു. ഉൻഹോനെ സ്വരാജ് കെ ലിയെ ജിത്തന കാം കിയ ഉത്തന ഔർ കിസിനെ നഹീ കിയ. ലോകമാന്യ തിലകൻ സ്വരാജ്യത്തിന് വേണ്ടി എത്രത്തോളം പരിശ്രമിച്ചോ അത്രത്തോളം മറ്റാരും തന്നെ പരിശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഉൻഹോനെ അവശ്യ സ്വരാജ് പ്രാപ്തിക്ക് അവധി കൈ വർഷ കം കർദി. അദ്ദേഹം സ്വാതന്ത്ര്യം, അതായത് സ്വരാജ്യം നേടിയെടുക്കുന്നതിന്റെ സമയം അത് വളരെ അധികം വർഷം കുറച്ചു. അതായത് തിലകന്റെ കഴിവുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. ഇനി നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ബഡ വലുത്, വിദ്വാൻ പണ്ഡിതൻ, സാധകി ലാളിത്യം അതായത് സിംപ്ലിസിറ്റി, ആദർശ് ആദർശം, സിദ്ധാന്ത് സിദ്ധാന്തം, ത്യാഗ് നേത നേതാവ്, സമച്ചൗത്ത ഒത്തുതീർപ്പ്, കോശിഷ് പരിശ്രമം, ബാൽ വിവാഹ് ശൈശവ വിവാഹം, റിവാസ് സമ്പ്രദായം, ബേട്ടി മകൾ, ചുവാച്ചൂത് തൊട്ടുകൂടായ്മ. അസ്പൃശ്യത എന്ന് പറഞ്ഞാലും തൊട്ടുകൂടായ്മയാണ്. ശബ്ദ വാക്ക്, ഹസാർ 1000, ജിത്തന എത്രത്തോളം, ഉത്തന അത്രത്തോളം, വർഷ വർഷം, കം കുറവ്. ലോകമാന്യ തിലക് കെ മഹാൻ ഗുണം എന്ന് പറയുന്ന പാഠം ഇവിടെ കഴിയുകയാണ്. നമുക്കിനി ഇതിന്റെ അഭ്യാസമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.